ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ഒരു തൂത്തുക്കുടി മിനി വ്ളോഗാണ്. മിനി വ്ളോഗെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരുപാടുണ്ട്. എൻ്റെ ഫോണിൻ്റെ ഗ്യാലറി ഫുള്ള് തൂത്തുക്കുടി വിശേഷങ്ങളാണ്. സോ അതെല്ലാം നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്തണമെന്ന് തോന്നി. തൈരൊക്കെ ഒഴിക്കുന്നുണ്ട്, മുല്ലപ്പൂ. ഓക്കെ, ഇതാണ് നമ്മുടെ സൈറ്റ്. നമ്മൾ ഈ ഒരു സൈറ്റ് വിസിറ്റിനാണ് വേണ്ടിയാണ് മെയിൻലി പോയത്. ഓക്കെ ഫൈൻ. അങ്ങനെ രാവിലെ മോനെ സ്കൂളിൽ വിട്ടില്ല, മമ്മിയുടെ വീട്ടിലാക്കി. അവന് മമ്മിയുടെ വീടെന്ന് പറഞ്ഞാലാണ് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിലും മമ്മിയുടെ വീട്ടിൽ നിൽക്കുന്നതാണ് അവന് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ മമ്മിയുടെ വീട്ടിൽ പോയപ്പോൾ എന്തെങ്കിലും മമ്മിയുടെ ഒരു മിനി കണ്ണാടിയൊക്കെ കണ്ടു. ഇത് പതുക്കെ അടിച്ചു മാറ്റാനുള്ള എല്ലാ പരിപാടികളും ഞാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. ദൈവം നമ്മൾ പുറപ്പെടുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം ഏകദേശം 11 o'clock ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡിസൈൻ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ പറയാം. പോകുന്ന വഴിക്ക് നമ്മളത് ഒരു നോർത്ത് ഇന്ത്യൻ ആൻറ്റി നമുക്കൊരു സംഭവം തന്നു. എൻ്റെ ദൈവമേ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതൊരു മിനി ടാബ് പോലിരിക്കും. നമുക്ക് അതിൻ്റെ കൂടെ ഒരു പെൻസിലുണ്ടാവും. അതിങ്ങനെ ഓൺ ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. ഇതെൻ്റെ കഴിവ് ഞാൻ പുറത്തെടുത്തതാണ്. ഇതിലിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഫാർസ്ക നോക്കുന്നത്. എന്താ ഇത് ജെയ്ഡി പുറത്തെടുക്കുന്നത് ജെയ്ഡിയുടെ കഴിവാണ്. ജെയ്ഡി നമ്മുടെ ആർക്കിടെക്റ്റാണ്. എന്തൊക്കെയോ വരച്ച് നോക്കുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല. ട്രൈ ചെയ്യുന്നുണ്ട്. ഫാർസ്കയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഫാർസ്ക എൻ്റെ ഹസ്ബൻഡാണ്. റൈറ്റ് സൈഡിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. സോ എന്തൊക്കെയോ വരച്ച് നോക്കുന്നുണ്ട്. ഫാർസ്ക ഡ്രൈവ് ചെയ്യുന്നതാണ് വരയ്ക്കാൻ സാർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്തായി തീരുമെന്ന് തമ്പുരാനെ മാത്രമേ അറിയത്തുള്ളൂ. ഞാനും വരച്ച് കഴിവൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. പുള്ളി ഒരു ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് ഇനി അങ്ങനെ ഒരു അറ്റംപ്റ്റ് നോക്കുകയാണ്. എന്തായാലും നോക്കട്ടെ, എവിടെ വരെ എത്തിച്ചേരുമെന്ന് നോക്കാം. അതൊന്നും നടക്കാത്തതുകൊണ്ട് ഫാർസ്കയുടെ പേരെഴുതി സാർ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം. ഞാൻ മെയിനായിട്ട് ഈ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ചെറിയ ക്ലിപ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടല്ല, കുഞ്ഞ് ഒരു ബൈറ്റ്സ് പോലെ എൻ്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എനിക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടി. അത് ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് എന്തായാലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഐ ഡു എ മിനി വ്ളോഗ്. അത് മാത്രമല്ല, ഈ ട്രിവാൻഡ്രം ടു തൂത്തുക്കുടി ഈ ഒരു റൂട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് റൂട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ അറിയത്തില്ല. ഞാൻ വേണമെങ്കിൽ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. വളരെ ഭംഗിയാണ്. ഞാനൊരു നേച്ചർ ലവറാണ്. സോ എനിക്ക് ഈ മലകളും പുഴയും പച്ചപ്പും ഹരിതാവയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഒരു ഫോട്ടോഷൂട്ടാണ്. പക്ഷേ നല്ല കുളമായിട്ടുണ്ട്. കാറ്റ് കാരണം ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം എന്താ പറയുക, ഇത് ഞാനത് വേവ്സ് അറ്റംപ്റ്റ് ചെയ്തതാണ്. ആക്ച്വലി അത് ഫ്ലോപ്പ് ആയോന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഞാൻ അട്രാക്ട് ചെയ്ത വേറൊരു കാര്യമാണ് ഈ വിൻമിൽ പാടങ്ങൾ. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം തൂത്തുക്കുടി എത്തിയിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതിങ്ങനെ ഫുള്ളി ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമയം ഒരു 3-3:15 ആയി കാണും. നമ്മൾ നല്ല വിശന്ന് കരിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ ഫൈനലി നമ്മുടെ പ്രേമാമസിലെത്തുന്നത്. തൂത്തുക്കുടിയുടെ സ്വന്തം പ്രേമാമസ്. ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കര, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഇവിടുത്തെ ഫുഡ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്രേമാമസിൽ പോകുന്നത്. ഇവിടുത്തെ ഫുഡ് ഇവിടുത്തെ ഏറ്റവും ദി ബെസ്റ്റ് ആണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്. ബിക്കോസ് ഹീസ് എ റെഗുലർ കസ്റ്റമർ ഹിയർ. ഫസ്റ്റ് തന്നെ അവർ നമുക്ക് തൂഷൻ ഇലയിലാണ് അവർ ഇവിടെ ചോറ് വിളമ്പുന്നത്. പിന്നെ വെള്ളം തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്ത് ജേഡി ഇലയൊക്കെ ഇങ്ങനെ കഴുകി. ജേഡി ഇല കഴുകുന്ന കണ്ടപ്പോഴാണ് അയ്യോ ഞാൻ ഇല കഴുകിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. അങ്ങനെ ഞാൻ എൻ്റെ ഇല കഴുകി വൃത്തിയാക്കി. ഇത് ഫാർസ്കയുടെ ഇലയാണ്. ഫാർസ്കയും അത് കറക്റ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് അവർ നമുക്ക് കറികളാണ് വിളമ്പുന്നത്. ആദ്യമേ ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെ ഒരു പൊരിയൽ. പിന്നെ ഇത് ചിക്കൻ റോസ്റ്റ് പോലെയാണ്, ചിക്കൻ റോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ചമ്മന്തി പോലെയാണ്. എനിക്കതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയത്തില്ല. ആക്രാന്തം കാരണം ചോദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കണ്ട ഒരു ആവേശത്തിനും വിശപ്പിൻ്റെ ഒരു കൂടുതലും കൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് ഓരോന്ന് വരുമ്പോഴും എടുത്ത് കഴിച്ചു. ഇത് മീൻ വറുത്തത്, വെളമീൻ എന്നാണ് ഇതിന് പറയുന്നത്. അത് ഒരു വെളമീൻ ഫ്രൈ. പിന്നെ ചാള ഫ്രൈ ആണ് ഇപ്പോൾ വിളമ്പുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര കൊതിയാണ്. ഈ മീൻ വറുത്തതൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും വായിന്നിങ്ങനെ കപ്പലോടുന്ന വെള്ളമാണ് വരുന്നത്. വിശപ്പിൻ്റെ ഒരു കൂടുതൽ കാരണം തന്നെ എല്ലാത്തിനോടും ഒരു പ്രത്യേക ആക്രാന്തമായിരുന്നു.
എല്ലാം ഇങ്ങനെ പതുക്കെ ഓരോന്നെടുത്ത് ടേസ്റ്റ് ചെയ്തു. ചോറെപ്പോൾ വരും എന്നുള്ളൊരു വെയിറ്റിങ് ഭയങ്കരമായിരുന്നു. അപ്പോൾ എന്തായാലും മീൻ വറുത്തതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ചാള വറുത്തത്. ഫൈനലി ചോറ് വന്നു. ചോറിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ടേണിനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം എൻ്റെയും ചോറ് വന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ചോറും പൊരിയലുമാണ് ടേസ്റ്റ് ചെയ്തത്. അതിങ്ങനെ മിക്സ് ചെയ്ത് ചോറിലിങ്ങനെ കുഴച്ച് നല്ലപോലെ ഇങ്ങനെ കഴിച്ചു. അങ്കിളിൻ്റെ കയ്യിലിരിക്കുന്നത്, അവിടുത്തെ സർവീസ് അങ്കിളിൻ്റെ കയ്യിലിരിക്കുന്നത് മീൻ കുളമ്പാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു രക്ഷയില്ല. ഞാനും ഒരു കുഴിയൊക്കെ എടുത്ത് നിറച്ചൊഴിച്ചോളൂ എന്ന മട്ടിൽ ഞാൻ അങ്കിളിനോട് പറഞ്ഞു. അങ്കിളതേ എനിക്ക് മീൻ കുളമ്പ് ഇങ്ങനെ വാരി ഒഴിച്ച് തന്നു. ആക്രാന്തം ഒരു രക്ഷയില്ല. പറയുമ്പോൾ തന്നെ എനിക്ക് ആക്രാന്തം ഉണ്ട്. ഞാനിങ്ങനെ ചോറുമായിട്ട് കുഴച്ച് ഇങ്ങനെ നല്ലപോലെ കുഴച്ച് എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അപാര ടേസ്റ്റായിരുന്നു. കുഴച്ചടിച്ചു എന്ന് തന്നെ പറയാം. എനിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ അങ്കിള് തൈര് തന്നു. തൈരും മീൻകറും വിരുദ്ധാഹാരമാണെന്ന് പലരും പറയും. പക്ഷേ ഞാനതൊന്നും അപ്പം നോക്കിയില്ല. എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്കൊരു വെപ്രാളമായിരുന്നു. എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് വിളമീനായിരുന്നു. വിളമീനും അപാര രുചി തന്നെയായിരുന്നു. ഞങ്ങൾ പിന്നെ സാമ്പാർ കൊണ്ട് തന്നു. സാമ്പാർ ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ്. എനിക്ക് അവിടുത്തെ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്നുണ്ടായിരുന്നു. അങ്ങനെ സാമ്പാറും കൂട്ടി അതും അടിപൊളിയായിരുന്നു. ഞാൻ ഒരു ഫുഡ് ബ്ലോഗറോ അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഇതെനിക്ക് പറയാൻ വയ്യ. പപ്പടവും ചോറും മീനും ചിക്കനും അത് എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അടുത്തത് മുട്ട വറുത്തത്. ഞങ്ങൾ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും കുറയ്ക്കാറില്ല. വീണ്ടും ചോറ് വാങ്ങിച്ചു. ഇത് വത്തക്കുളമ്പ്. ഞാൻ പഠിച്ചതൊക്കെ ചെന്നൈയിലായിരുന്നു. അപ്പം അവിടെ വെച്ചിട്ട് നമ്മുടെ ചോറിൻ്റെ ഒരു മെയിൻ ഡിഷായിരുന്നു വത്തക്കുളമ്പ്. ഇതിങ്ങനെ ചോറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വായിലോട്ട് വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സെൻസസ് എല്ലാം കൂടി ഇങ്ങനെ ഉണരുമെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ഫീലായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ഐറ്റമായിരുന്നു കലക്കാച്ചി. ഞാൻ കഴിച്ചില്ല. ഫാറസിക്കായും ജേഡിയുമാണ് കലക്കാച്ചി ട്രൈ ചെയ്തത്. മുട്ട ഫുള്ളി കുക്ക്ഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് കലക്കാച്ചി കഴിക്കാൻ വലിയ താല്പര്യമില്ല. പകരം ഞാൻ മോരിനകത്ത് കൈവച്ചു. ഫൈനലി നമ്മുടെ ടേബിൾ കണ്ട ഒരു മഹാഭാരത യുദ്ധം നടന്നൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. കൈയൊക്കെ കഴുകി വീഡിയോ എടുപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. ഫാർസ്കനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നേരത്തെ അവർ കപ്പലണ്ടി മുട്ടായി ചോറൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരെണ്ണം കഴിക്കുമ്പം ഒരു പ്രത്യേക സുഖമാണ്. വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. അതുകൊണ്ട് നമ്മുടെ സൈറ്റ് എത്തി. നമ്മുടെ വൺ ഓഫ് ദ ഡ്രീം പ്രോജക്റ്റാണിതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തൊരു പ്രോജക്റ്റാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ഫുള്ളി പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നീട് നമ്മൾ ക്ലയൻറ്റിനെയൊക്കെ കണ്ടു. പ്രോജക്റ്റിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളുമായിരുന്നു ബാക്കി അവിടെ നടന്നത്. ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ പേജിൽ നമുക്ക് ഹാൻഡിമാൻ ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. അപ്പോൾ അതിൽ ഇടാനുള്ള വീഡിയോസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു. അതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ തിരിച്ചു പോകുന്ന സീൻസാണ്. ഇതൊരു ഉപ്പുപാടമാണ്. തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഉപ്പുപാടങ്ങളും ഒക്കെ. ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു നൊസ്റ്റാൾജിയ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിൽ കണ്ടത്. വേറെ ഒന്നുമല്ല, ജെറ്റ് വിമാനം പോകുന്നത്. പണ്ട് തൊട്ടേ ജെറ്റ് വിമാനം പോകുന്നതെന്ന് വെച്ചാൽ എന്തോ വലിയൊരു കാര്യമായിരുന്നു നമുക്കൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ ഫ്രണ്ടിലോട്ട് പോയപ്പം ഒരു പൂക്കട കണ്ട്. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് പൂക്കൾ എന്തിഷ്ടമാണെന്നുള്ളത്. എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേര്, ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേര്, അവർക്കൊക്കെ അറിയാം ഞാൻ പൂക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നതാണെന്ന്. അങ്ങനെ പൂവൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പല രീതിയിലുള്ള പോസിംഗ് ഒക്കെ ചെയ്ത് അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ജെഡിയുടെ ഒരു കുഞ്ഞമ്മയുടെ വീട്ടിലാണ്. അവിടെ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു സ്പെഷ്യൽ ചായ. വേറൊന്നുമല്ല, നല്ല ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചതച്ച് ചായ അതിനകത്തുനിന്ന് വെള്ളത്തിലോട്ടിടും. അത് കാരണം തേയിലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ചായ. അപ്പം ഞാനിങ്ങനെ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി എന്താ ഇങ്ങനെ ഇഞ്ചി ഇടുന്നതെന്ന്. ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടത്തേക്ക് കവർ പാലാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു കട്ടിയും ഒരു പ്രത്യേക കട്ടിയും ഒരു ചെറിയൊരു ചൊവയൊക്കെ കാണും. അതൊക്കെ മാറാനും കൂടുതൽ ടേസ്റ്റ് തോന്നാനുമാണ് ഈ ഇഞ്ചി ഇട്ട ചായ ഉണ്ടാക്കുന്നതെന്ന്. ഈ ഒരു ഇഞ്ചി ചായ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അതൊരു വെറൈറ്റി ചായ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ആൻറ്റിയായിട്ട് കുറേ നേരം സംസാരിച്ചു. ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം സമയം ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ട്രിവാൻഡ്രത്തേക്ക്. സോ ഇനി വീണ്ടും കാണാം. ഇനി പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു.